ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായില്ലേ ബ്ലോഗായിട്ട് വന്നിട്ടൊക്കെ. റംസാനൊക്കെ അല്ലേ, അപ്പോൾ ആ തിരക്കും കാര്യങ്ങളും ഒക്കെ കൂടെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, വീഡിയോ തീരെ വ്യൂസ് ഇല്ല. അപ്പോൾ പിന്നെ വീഡിയോ ചെയ്യാൻ എന്തോ ഭയങ്കര മടി. പിന്നെ ഇന്നങ്ങൾ മറന്നു പോകല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്ക് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യും. ഇന്നിപ്പോൾ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് ഞാൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. വേറെ കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യണമെന്നില്ല, ഞാനും ബാക്കി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണമെന്നില്ല, ഒരു മന്തിയാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ കമൻറ്റാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ. ഞാൻ പറഞ്ഞല്ലോ, വളരെ വ്യൂസ് കുറവാണ്. അപ്പോൾ ഞാൻ റെസിപ്പി പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് എഴുതിയിട്ടാട്ടോ ജസ്റ്റ് പറഞ്ഞു പോവാം. ഞാനിതാ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു കൈപ്പിടി നിറയെ മല്ലിയില, അതുപോലെ തന്നെ പുതിനയിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് ക്യാപ്സിക്കം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. വലിയ ക്യാപ്സിക്കാണെങ്കിൽ ഒന്ന് എടുത്താൽ മതിയാവും. ഇതിപ്പോൾ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ക്യാപ്സിക്കാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ 2 എടുക്കുന്നുണ്ട്. പിന്നെ റംസാൻ ആയതുകൊണ്ടാണെന്ന് അറിയാം വ്യൂസ് വളരെ കുറവാണ്. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുന്നതിനനുസരിച്ച് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഭയങ്കര മടി എനിക്ക് വീഡിയോ ഇടാൻ. വ്യൂസ് ഇല്ലാത്ത കാരണം നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യണമല്ലേ, അപ്പോൾ വ്യൂസ് ഇല്ലാത്ത കാരണം ഭയങ്കര ഒരു മടി. പിന്നെ ഞാൻ വിചാരിച്ചു ഒരാഴ്ചയായിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. പിന്നെ മറന്നു പോലെ നമ്മളൊക്കെ, അതാണ് ഇപ്പം ഇന്നും തന്നെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇതാ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഏകദേശം 1 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ചതല്ല കേട്ടോ, ക്രഷ് ചെയ്തതാണ്. പിന്നെ ഒരു 2-3 ഗ്രാമ്പു, 2-3 ഏലക്കായ, ഒരു കഷ്ണം പട്ട, ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഡ്രൈ ആയിട്ടുള്ള നാരങ്ങ അതിൻ്റെ റൈസുകളുടെ വെള്ളത്തിലാണ് കേട്ടോ, അത് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കാനായിട്ട് പോകുന്നത് 2 മാഗി ക്യൂബാണ്. മാഗി ക്യൂബ് ചേർക്കുമ്പോൾ പിന്നെ നമ്മൾ വേറെ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ, മാഗി ക്യൂബിൽ തന്നെ ഉപ്പുണ്ടാവും. പിന്നെ ഉപ്പ് നോക്കിയിട്ട് മിക്കവാറും ചേർക്കേണ്ടി വരാറില്ല, ഈ ഒരു അളവൊക്കെ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഒരു പിഞ്ച് ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ, അത് ഇതിൽ പെട്ടിട്ടില്ല. ഞാൻ ഫുഡ് കളറ് ഓപ്ഷനിൽ മാത്രമാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ഇറച്ചി ഇങ്ങനെ ഒരു പച്ച കളറിൽ നിൽക്കുമ്പോൾ, ഒരു ഇറച്ചിൻ്റെതായിട്ടുള്ളൊരു വെള്ള കളറിൽ നിൽക്കുമ്പോൾ നമുക്കൊരു മടുപ്പാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു ഫുഡ് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ നമുക്ക് നിരത്തിയിട്ടിട്ട് ഒന്നിൻ്റെ മുകളിലല്ലാതെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് പറ്റണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനൊരു 10-15 മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ, അധികം ടൈം നിൽക്കാൻ. ഇപ്പോൾ അതോടെ വെച്ച് പോയിട്ട് പിന്നെയും വരണ്ടേ, അപ്പോൾ ഞാനത് ഇപ്പം തന്നെ ഹോബിക്ക് വെക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ ഹോബ് ലൈറ്റർ കൊണ്ട് കത്തിക്കണത്. ഇന്നലെ വൈകുന്നേരം കറി ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ഹോബിൻ്റെ സ്വിച്ചസിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പുക വന്നിട്ടാണ്, എന്തോ ഉള്ളിൽ ഷോർട്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് പഴക്കമുള്ള ഹോബാണ്, 11 വർഷമായി എല്ലാ ജോലി ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ഇപ്പം എന്താണെന്നറിയില്ല, എന്തായാലും സർവീസിന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വന്നിട്ട് സർവീസ് ചെയ്യുമ്പോൾ എന്താണെന്നറിയാം. അപ്പോൾ നമുക്ക് റൈസിൻ്റെ വെള്ളത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസ് ഞാൻ 1 മണിക്കൂർ മുന്നേ കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. റൈസിൻ്റെ കളറ് മാറാതിരിക്കാൻ നമുക്ക് 1 ടീസ്പൂണ് വിനാഗിരി അതിൽ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ റൈസ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂണ് ഓയിലും കൂടെ ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. വേറെ സ്പൈസസ് ഒന്നും ഞാൻ വെള്ളത്തിൽ ചേർക്കണില്ല, സ്പൈസസൊക്കെ നമ്മൾ മസാലയിൽ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വെള്ളത്തിൽ അത് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, ഡ്രൈ ലെമൺ മാത്രമാണ് ഇട്ട് കൊടുത്തത്. അതിനിടയിൽ ഇതാ ഒരുപാട് ഡ്രസ്സ് മറക്കാറുണ്ട് കേട്ടോ, ബെഡ്ഷീറ്റും ഡ്രസ്സൊക്കെ.
ഇന്നലെ പെട്ടെന്നാണ് ഭയങ്കര കാറ്റും മഴയൊക്കെ വന്നത്. അപ്പോൾ ഇവിടെ ആകെ എന്താ പറയുക കരിയിലകളൊക്കെ പാറി വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ വെള്ളം തിളക്കുന്ന ടൈം കൊണ്ടും മസാല വേവുന്ന ടൈമിൽ ഒന്ന് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. മോനെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് എന്നത്തെയും പോലെ തന്നെ മാച്ചൂടെ കൂടെ അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഓരോന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു പുതിയ മെമ്പറും കൂടി ഉണ്ട് കേട്ടോ. ഒരു പൂച്ചയാണ്. നമ്മൾ എന്താണെന്നറിയില്ല, എല്ലാ ജീവികളും ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇന്നലെ ഒരു മരം കൊത്തി വീടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പക്ഷികൾ കയറലുണ്ട്, ഞാൻ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട്. മരം കൊത്തി ഞാൻ ഇതുവരെ കയറി കണ്ടിട്ടില്ല. അപ്പോൾ കയറി ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഈ പൂച്ചനെ അവന് കുറച്ച് ദിവസം മുന്നേ റമദാൻ 1 തോന്നുന്നുണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവിടാൻ റോട്ടിൻ്റെ സൈഡിൽ കാക്ക പോയപ്പോൾ അവിടെ ആരോ കൊണ്ടുവന്ന് ഇട്ടതോ എന്തോ ആണ്. ഒരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പൂച്ച കേട്ടോ. ഇതേപോലത്തെ ഒരു പൂച്ച നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു. 1 അല്ല 3, 4 പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പെർഷ്യൻ ക്യാറ്റ്സും ഡോൾ ഫേസും പഞ്ച ഫേസും ഒക്കെ ആയിട്ട് ഇവിടെ കാക്കക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചനെ. പിന്നെ ഇവന് വാക്കറിൽ ഇങ്ങനെ നടന്നിട്ട് പാലുമൊക്കെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഒഴിവാക്കുക ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊരു പൂച്ച വന്നിരുന്നല്ലോ, ആദ്യം 2-3 വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പോയി. അതൊരു എന്താ പറയുക, നമ്മൾ വീട്ടിൽ ഇല്ലാണ്ടായാൽ അപ്പോൾ പോവും, അങ്ങനത്തെ ഒരു പൂച്ചയായിരുന്നു. ഇത് അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇത് വെള്ള കളറിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പൂച്ച. അപ്പോൾ ഇപ്പോൾ അതിനെയും കൊണ്ട് നടക്കലാണ് അവന് പണിയിട്ടാ. ഞാനും വിചാരിച്ചു വേറെ ആരും കളിക്കാനൊന്നും ഇല്ലല്ലോ, അപ്പോൾ കുറച്ച് പറഞ്ഞു കൊടുക്കണമെന്നേ ഉള്ളൂ. പൂച്ചനെ തൊട്ട് കഴിഞ്ഞാൽ കയ്യൊക്കെ നല്ലോണം കഴുകണം, അങ്ങനെ തൊടരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. അവനങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. പല പേരുകളും വിളിച്ചിങ്ങനെ കളിപ്പിക്കുന്നതാണ് എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അവർ വേറെ കളിക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ടല്ലേ. പിന്നെ ഭയങ്കര പൂച്ചപ്രേമിയാണ്. പപ്പ അങ്ങനെ തന്നെയാണ്, മോനും അങ്ങനെ തന്നെയാണ്. ഭയങ്കര കെയറിങ്ങും ഭയങ്കര നോട്ടവും കേട്ടോ. ഇതാണ് ആള്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പൂച്ചയാണ് കേട്ടോ. നല്ല ഇണക്കമുണ്ട്. അപ്പം അങ്ങനെ അകത്തേക്ക് കയറ്റാറില്ല കേട്ടോ. പുറത്തൊരു കൂടുണ്ട്, അതിനാണ് കിടന്നിരുന്നത്. ഇപ്പോൾ പുറത്ത് 2 പൂച്ചകളുണ്ട്, അത് ഇതിനെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇങ്ങോട്ട് കയറ്റിയതാണ് കേട്ടോ അവനെ. ഇപ്പോൾ ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് നനക്കണം. ഒരുപാട് കച്ചറ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അടിച്ച് കളഞ്ഞതാണ്. വാക്യൂം ക്ലീനറിൻ്റെ ഉള്ളിൽ കയറാത്ത ടൈപ്പ് കരിയിലകളായിരുന്നു കേട്ടോ. ചെടികളൊക്കെ പറ്റിയ ക്ഷീണം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ റംസാൻ കഴിഞ്ഞിട്ട് വേണം ഇൻഷാ അല്ലാഹ് മണ്ണുത്തിയിലൊക്കെ പോയിട്ട് കുറച്ചും കൂടി ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവരാൻ കേട്ടോ. ഉള്ളിലുള്ള പ്ലാന്റ്സും അതെ ഭയങ്കര എന്തോരൊക്കെ ഒരു ക്ഷീണം പറ്റിയിട്ടുണ്ട്. ഇത് കാലാവസ്ഥ ഭയങ്കരമായിട്ട് മാറി വരില്ലേ, ചൂടായിട്ട് വരില്ലേ, അതിൻ്റെ ആയിരിക്കും. പിന്നെ റംസാനായ കാരണം കൊണ്ട് തന്നെ അങ്ങനെ നോട്ടവും കുറവാണ്. എന്നും വിചാരിക്കും കേട്ടോ, നാളെടാ വീഡിയോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താ അറിയില്ല, ഭയങ്കര മടി. എന്താ അറിയില്ല എന്നല്ല, ഒന്നുമല്ല, വീഡിയോ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് നോമ്പ് കാലല്ലേ, നമ്മൾ ക്യാമറ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അതിനിടയിൽ 10 പ്രാവശ്യങ്ങളൊക്കെ വന്ന് ബെല്ലടിക്കും, അത് തുറക്കാൻ പോവും. ഫുഡ് ഉണ്ടാക്കലും നമ്മളെ ഇബാദത്ത് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം കൂടെ ആയിട്ട് തീരെ ടൈമില്ലല്ലോ. അപ്പോൾ റംസാനായ നമുക്ക് 24 മണിക്കൂറൊന്നും തികയാത്ത പോലെ തന്നെ എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വ്യൂസും കുറവ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വ്യൂസും കുറവാകുമ്പോൾ തീരെ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല വീഡിയോ ഇടാൻ. അതാ വീഡിയോ ഇടാതിരുന്നത്. എന്നാലും ഞാൻ എന്ന് വിചാരിക്കും കേട്ടോ, ഞാൻ എന്നോട് തന്നെ ഒരു എക്സ്ക്യൂസ് പറയും, നാളെ എന്തായാലും ഇടാം വീഡിയോ, നാളെ എന്തായാലും ഇടാന്നൊക്കെ വിചാരിക്കും. പക്ഷേ നാളെ നിങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടോ. അപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് 6 ഡേയ്സോ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേന്ന് 6 ഡേയ്സ് ആയിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പിന്നെ മറക്കുമോ, റമദാൻ കഴിയുമ്പോഴേക്കിന് നിങ്ങളൊക്കെ വീഡിയോ കാണുന്ന സമയമാകുമ്പോഴേക്കിന് എന്നെ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല വീഡിയോയിൽ, എന്നാലും നിങ്ങൾ ക്ഷമിച്ച് കാണാം. അപ്പോൾ ഇതാ റൈസിനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഞാൻ റൈസൊക്കെ വെച്ചു. ഞാൻ അപ്പം വെച്ച് പോയതാട്ടോ, ഞാൻ ഇളക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചിക്കന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താണ്. ഞാൻ അടി പിടിക്കുകയൊന്നും ചെയ്യൂല കേട്ടോ. നമ്മളതിൽ ഒഴിച്ചിട്ടുള്ള ഓയിലും പിന്നെ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങുമല്ലോ, വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഒന്ന് മറിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് വേവട്ടെ. ഇതിൽ വെള്ളം ഒന്ന് വറ്റിയിട്ട് ആ ഓയിലും ഈ ചിക്കനും മാത്രം ആവണ വരെ അത് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ മൂടിയിട്ട് വേവിക്കണില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ഞാൻ ബ്രഷും മുറക്കട വെച്ച് പോന്നപ്പോൾ അവനതെടുത്തിട്ട് അടിക്കലും വാരലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മണി പ്ലാന്റ് ഞാൻ ഈ പൈപ്പിൽ കൂടി കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. പക്ഷെ ആൾ താഴോട്ട് തന്നെ വരികയാണ്.
അതങ്ങനെ മേലെ വരെ പോയിട്ട് പിന്നെ താഴോട്ട് ഹാങ് ചെയ്ത് വന്നാലും അങ്ങനെ അപ്പോൾ പറ്റി പിടിക്കുന്ന ഒരു കണ്ടീഷനായിട്ടുണ്ടാവും. നമ്മളങ്ങനെ കയറ്റി വെച്ചു എന്ന് കരുതി മണി പ്ലാന്റ് പെട്ടെന്ന് അങ്ങ് പറ്റി പിടിച്ച് കയറൊന്നുമില്ല. അത് നമ്മളെ ബേർഡ് നെസ്റ്റ് ഫോണൊക്കെ നല്ല പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഓസിട്ടിട്ട് അടക്കി വെള്ളം അടിക്കണം. പിന്നെ കുറേ പ്ലാന്റ്സിൽ വെള്ളം മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ റൈസ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മസാലൻ്റെ മേലേക്ക് ഈ റൈസ് ഒന്ന് ഇതാക്കിയിട്ടിടണം. ഒരു കരിൻ്റെ കഷ്ണം ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്മോക്ക് ഇടാൻ വേണ്ടിയിട്ട് അതൊന്ന് ചൂടായാൽ പെട്ടെന്ന് കത്തിക്കോളും, പെട്ടെന്ന് കനലായി കിട്ടിക്കോളും. ചാർക്കോളിൻ്റെ പീസ് ഞാനിവിടെ സൈഡിൽ വെച്ച് കൊടുത്താൽ കേട്ടോ. ഇനിയിപ്പോൾ റൈസ് ഊറ്റുക, മസാലയുടെ മുകളിലിടുക, സ്മോക്ക് ഇടുക, അത്രയുള്ള പണിയാണ് കേട്ടോ. ഇന്നിപ്പോൾ പൊരിച്ച കടിയോ ഒന്നും ഉണ്ടാക്കണില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. ചില ദിവസം അങ്ങനെ കേട്ടോ, നമ്മൾ എന്താ ഒരു മടുപ്പാണ് ഒന്നാമത്. ആരും ഇല്ലല്ലോ, കുട്ടികളൊന്നും ഇല്ലല്ലോ. കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെ അതൊക്കെ ഒരു രസമാണ്. പക്ഷെ ഞാൻ പൊരിച്ച കടി ഇവിടെ ഉണ്ടാക്കണില്ല എന്നേ ഉള്ളൂ. പൊരിച്ച കടിയും എന്നും 2 പ്രാവശ്യം കുക്ക് ചെയ്യുന്നത് പറഞ്ഞ പോലെ കേട്ടോ. ഇനിയിപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ മോനവിടെ സ്കോട്ട്ലാൻഡിലവിടെ 3 മണി 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മളെ നോമ്പ് തുറ കഴിയുമ്പോൾ. അപ്പോഴാണ് അവൻ കുക്ക് ചെയ്യാൻ കയറി. അപ്പോൾ അവൻ വിളിക്കും. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് സമയം കുക്കിംഗ് ഉണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, അവൻ ചെയ്യും. മുന്നേ കേട്ടിട്ടുണ്ടാവും ഞാൻ വ്ളോഗിൽ പറയുന്നത്. അപ്പോൾ 2 പ്രാവശ്യം കുക്ക് ചെയ്യണ പോലെയാണ് എനിക്കിപ്പോൾ ചുരുക്കം പറഞ്ഞാൽ. സ്മോക്ക് പുറത്ത് പോകാതിരിക്കാൻ ഞാൻ ലിഡിനൊരു ഹോളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ടിഷ്യൂ വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അസറിൻ്റെ ശേഷമാണ് കേട്ടോ കിച്ചണിക്ക് വരുള്ളൂ. അപ്പോൾ ഒരു മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ജ്യൂസ് അടിക്കുക, ഫ്രൂട്ട് കട്ട് ചെയ്യുക, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവുള്ളൂ. സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ആ ടൈമിനായിട്ട് ഉണ്ടാക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരാൾ മരം കൊത്തി ഇതുവരെ അകത്ത് കയറി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാ കിളികളും കയറാറുണ്ട്, ഞാൻ പല വ്ളോഗിലും പെടുത്താറുണ്ട്. അതുപോലെ സിറ്റ് ഔട്ടിൽ സ്ഥിരമായിട്ടൊരു ഫാമിലി ഉണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊരു എണ്ണാൻ വരാറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ആൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ വന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ അതായിരുന്നു ഒരാൾ. അപ്പോൾ അതാ നമ്മളെ മന്തിയൊക്കെ സെറ്റായിട്ടുണ്ട്. വൈകുന്നേരമായി. ഒന്ന് ഇളക്കി നോക്കട്ടെ. ഇതിപ്പോൾ റൈസ് ഒരുപാടായിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തോ ഒരു ഹാലിൽ അരി എടുത്തൊക്കെ കയറിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഒരു 2 ദിവസത്തിന് ഉണ്ടാവും കേട്ടോ. ഇതൊന്ന് കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടെ മന്തി തന്നെ കഴിക്കാം. അപ്പോൾ അതാ ചിക്കനൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട്, റൈസും ഒക്കെ പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ചട്നി റെഡിയാക്കണം. ഒരു തക്കാളിൻ്റെ ചട്നി അതേപോലെ തന്നെ മയണൈസുമാണ് ഉണ്ടാക്കുന്നത്. തക്കാളിൻ്റെ ചട്നി ഞാൻ മല്ലിച്ചപ്പ് പുതിനയും ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു കളറ്. പിന്നെ മയണൈസിൽ കെച്ചപ്പും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് കെച്ചപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ചെയ്യണ മയണൈസാട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ ഇതാ അതും റെഡിയായി. ഇനിയിപ്പോൾ തണ്ണിമത്തം കൊണ്ട് ഒരു ലൈമാണ് ഉണ്ടാക്കുന്നത്. തണ്ണിമത്തലിൽ നാരങ്ങയും പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കല് എനിക്കറിയില്ല. ഞാൻ നാരങ്ങ നീര് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ, അങ്ങനെ ട്രൈ ചെയ്യാത്തവർ. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഹെവി ആയിട്ടുള്ള ജ്യൂസൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. ഇതേപോലെ തിക്കില്ലാത്ത എന്തെങ്കിലുമൊക്കെ ജ്യൂസാണ് ഇഷ്ടം. അതൊരു 1.5 നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ നീരില്ല നാരങ്ങയിൽ നിന്ന്. നീര് ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് പിഴിഞ്ഞിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ 1.5 നാരങ്ങ ചേർത്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ പിന്നെ 1 മതി. പക്ഷെ നാരങ്ങൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടണം കേട്ടോ ഈ ജ്യൂസിൽ, എന്നാലും അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതാ ജ്യൂസും റെഡിയായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. ഞാൻ പറഞ്ഞത് മറക്കണ്ട. നിങ്ങളെ കമൻറ്റ്സ് എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.